അച്ചായൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കാരവാനിലിരുന്നേ കുറേ സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് അടിയിൽ വന്ന കമൻറ്റുകൾ കണ്ടിട്ട് എൻ്റെ പൊന്നെ, നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം കുരു പൊട്ടുന്ന അല്ലെങ്കിൽ ചൊറിയുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കിപ്പം മനസ്സിലായി. നാട്ടിലുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്കൊക്കെ എന്താ എത്ര വിഷമം എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. എന്നാ മക്കളെ, നീ ഒന്ന് ചിന്തിച്ചേ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, വന്നിട്ടുള്ള 100 കണക്കിന് ആൾക്കാർ അന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെയും ഇവിടെ സ്വിറ്റ്സർലൻഡിലും ഉണ്ട്. എന്തുകൊണ്ട് ഈ ആൾക്കാരൊന്നും ആ വീഡിയോയ്ക്കെതിരെ പ്രതികരിക്കുന്നില്ല? അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് അവർക്കറിയാം. ഞാൻ ചെയ്യുന്ന അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. മറ്റുള്ളവർ കേൾക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തള്ളാണെന്ന് തോന്നും. കാരണം ശരിക്കും പറയും തള്ളാണെന്ന് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്, നാട്ടിലിരിക്കുന്നവന്മാർക്ക് തോന്നുന്നത് കുരു പൊട്ടണത് ഞാൻ തള്ളാണ്, അല്ലെങ്കിൽ ഞാൻ പൊങ്ങച്ച ഉണ്ടെന്നുള്ള അത് പൊങ്ങച്ച ഞങ്ങളുടെ ആ മുട്ടിച്ചിറ അല്ലെന്നുണ്ടെങ്കിൽ കുറുപ്പന്തറ, ആ കോട്ടയംകാർ അച്ചായന്മാരില്ലേ, അവർക്ക് എല്ലാവർക്കും പൊങ്ങച്ച ഉള്ളതാണ്. അത് എൻ്റെ രക്തത്തിൽ കൊണ്ട്. ഇപ്പം ഞാൻ എന്ത് ചെയ്യണം? പിന്നെ ഉള്ള കാര്യങ്ങൾ നിങ്ങളോട് വെട്ടി തുറന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് പൊങ്ങച്ചമാണെന്ന് തോന്നും, ഇല്ലേ? എനിക്കറിയാം പുതിയ ഗെറ്റപ്പൊക്കെ എങ്ങനെയുണ്ട്. ഇത് പണ്ടുണ്ടായിരുന്നതാണ്. താടിയായിരുന്നു, ഇത്രയും നാളും താടിയായിരുന്നു. ഇന്നലെ വൈകിട്ട് പെണ്ണുമ്പിള്ള പറഞ്ഞേ, കുറേ നാളായില്ലേ താടിയൊക്കെ വെച്ചിരിക്കുന്നത്, താടിയൊക്കെ എടുത്ത് കള, എന്നോട് മുഖം പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ച് വെച്ചതാണ്. ചെറുതായിട്ട് കൃതാവുമൊക്കെ ഒന്ന് പഠിച്ച് കുഴപ്പമില്ലെന്ന് കരുതുന്നു. അച്ചായോ നമസ്കാരം. നമസ്കാരം. അല്ലേ, ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ട കമൻറ്റ് ഇവിടെയല്ല, കൂടുതൽ ഫേസ്ബുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത്. ഇവന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര കുരുപോട്ടില്. അച്ഛായ ഞാൻ പറയും, എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം കൂടെ ഉള്ള ആൾക്കാർ അവരാരും പ്രതികരിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അതാണ് അതിൻ്റെ കുഴപ്പം. ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ തള്ളാണെന്ന് തോന്നും. പക്ഷെ ഞാൻ പറയണതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. നമ്മുടെ അച്ചായൻ കണ്ണൂർ, പുള്ളി എൻ്റെ അടുത്ത് വന്നാണ്. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഞാൻ എന്താണെന്ന് പുള്ളിക്കാരന് അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, കാരണം എന്നെ അടുത്തറിയാവുന്ന ആൾക്കാർ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞത് തള്ളാണെന്നോ കള്ളത്തരമാണെന്നോ. ഞാൻ വെട്ടിത്തുറന്ന് ഞാൻ പറയുന്ന ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കുക. നമ്മൾ പൊങ്ങച്ചം പറയും, പൊങ്ങച്ചം, പക്ഷേ തള്ളല്ല, ഉള്ള കാര്യങ്ങളാകട്ടോ പറയുന്നത്. ആയിക്കോട്ടെ. അപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. നല്ലൊരു ഞായറാഴ്ച. ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് അച്ചായൻ വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ്, കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. മേക്കപ്പ് അല്ല കേട്ടോ, ഒരു മേക്കപ്പും ഇല്ല. ഷേവ് ചെയ്തെന്നേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഓക്കെ, ബൈ ബൈ.